എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് സൗണ്ട് കുറവാണെന്നുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ എൻ്റെ ചാനൽ ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കിനി മൈക്കൊക്കെ വാങ്ങിക്കണം. ഇന്ന് ഞാൻ ബോളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആളാണ് കടല. കടല മീൻസ് തോമരപ്പരിപ്പ്. കടല തോമരപ്പരിപ്പ് എന്ന് പറയും. അത് നന്നായി വൃത്തിയായിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കുക്കറിനകത്ത് വേവിക്കാൻ വെക്കാം. അതിനുശേഷം കടലമാവ് എടുക്കുക. കടലമാവ് എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഈ പൊടി എന്ന് പറയുന്നത് പഞ്ചസാരയും ഏലക്കയും കൂടെ നിന്ന് വൃത്തിയായിട്ട് പൊടിച്ചെടുത്തതാണ്. ഏലക്ക പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഇല എടുത്ത് കളയാൻ നോക്കണം, അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ. പിന്നെ കുറച്ച് നെയ്യും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ചപ്പാത്തി കുഴമ്പ് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ സ്മൂത്ത് ആവണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കുഴയണം കേട്ടോ. കുറച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പം കട്ടി കാണാൻ പാടില്ല. നന്നായി വൃത്തിയായിട്ട് കുഴച്ച് വെക്കാം. പിന്നെ നമ്മളിപ്പം കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് പിന്നെ 2 വിസിൽ മതിയാവും കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സിക്കകത്ത് വേണം ഇത് അരച്ചെടുക്കാൻ. എന്നിട്ട് അതും ചെറുതായിട്ട് നമ്മൾ ഉരുട്ടി ബൗളിലാക്കണം. ഉരുട്ടി നമ്മൾ ചെറിയൊരു ബോളാക്കി വെക്കണം. നമ്മൾ ആദ്യമേ മൈദ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമ്മൾ 1 മണിക്കൂർ വെച്ചിരിക്കണം കേട്ടോ. അതിന് ശേഷം ഈ കടലപ്പരിപ്പ് നമ്മൾ ഉരുളകളാക്കിയല്ലോ, അതും ഇതിനകത്ത് നന്നായിട്ട് വെച്ചിട്ട് വേണം, അതായത് 2 ഉരുളയാക്കണം. കടലപ്പരിപ്പ് വേവിച്ച് നമ്മൾ ഉരുളയാക്കണം. മൈദ എണ്ണയായിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് അതും ഉരുളകളാക്കി ആ മൈദക്കകത്തോട്ട് ഈ കടലപ്പരിപ്പിൻ്റെ ഉരുള വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ചപ്പാത്തി പോലെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് പരത്തിയെടുക്കാൻ. ഞങ്ങൾക്കിത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാകുമോ എന്നുള്ളത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല രീതിയിൽ നമുക്കത് വൃത്തത്തിൽ തന്നെ കിട്ടി. എന്നിട്ട് നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്ത് നന്നായിട്ടത് മെൽറ്റായതിന് ശേഷം നമ്മൾ ഈ ബോളി അതിനകത്തോട്ടിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്, വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലും നല്ലതുപോലെ നെയ്യ് പരത്തണം കേട്ടോ. നല്ലതുപോലെ നെയ്യ് ആഡ് ചെയ്തിട്ട് പരത്തി എടുക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ബോളി ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ ഞാൻ കുവൈറ്റിലാണുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ പരിമിതികളും വെച്ചും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബോളി ഉണ്ടാക്കാൻ പറ്റി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.